പെരുന്നാളൊക്കെ കഴിഞ്ഞു. എന്നാലും എനിക്കിപ്പോഴാണ് കേട്ടോ ഒരു നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കാൻ തോന്നിയത്. കാരണം കഴിക്കാൻ ആൾ വേണ്ടേ. കഴിക്കാൻ ആൾ വന്നപ്പോഴാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ആദ്യം നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ. ചിക്കൻ്റെ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. ഇത് നെയ്ച്ചോറിന് ഞാൻ ബിരിയാണി ചെമ്പാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ബിരിയാണി പോട്ട് വെച്ചിട്ട് നെയ്യിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വേറെ ഓയിലൊന്നും ഒഴിക്കുന്നില്ല. നെയ്യ്, കാരണം നെയ്യ് ഞാനിവിടെ എടുക്കുന്ന നെയ്യുണ്ട്, നല്ല ശുദ്ധമായ നെയ്യുണ്ട്. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചേർക്കുക. ഈ നെയ്ച്ചോറ് പലരും പല രീതിയിലും ഉണ്ടാക്കും. റൈസ് വറുത്തിട്ട് തിളച്ച വെള്ളം ഒഴിക്കും. ഞാൻ 2 രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ റൈസ് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യ് നന്നായിട്ട് ചേർത്ത്, ഞാൻ പറഞ്ഞില്ല നെയ്യ് മാത്രമേ ഞാൻ ചേർക്കുന്നു, ഞാൻ വേറെ ഒരു ഓയിലും ചേർക്കുന്നില്ല. അപ്പം നെയ്യ് നന്നായി ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു പട്ട, പിന്നെ ഗ്രാമ്പൂ 2-3 എണ്ണം, പിന്നെ അത് ഏലക്ക നന്നായിട്ട് കഴുകിയിട്ട് ഞാനത് ചതച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇടാണ്. പിന്നെ ഞാൻ 2-3 നട്ട്സ്, കുറച്ച് നട്ട്സ് ഇപ്പോൾ ഇടുന്നുള്ളൂ. നട്ട്സ് ഞാൻ ലാസ്റ്റ് ഫ്രൈ ചെയ്ത് ഇടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നട്ട്സ്, 2-3 നട്ട്സ് ഇട്ട് നന്നായിട്ട് അതൊന്ന് ബ്രൗൺ കളറാവട്ടെ. ഞാനിപ്പോൾ അരി എടുത്തിട്ട് അരി ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ വെള്ളം വാർത്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പം ഞാൻ അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് അരിയാണ് ഇടുന്നതെങ്കിൽ ആ ഗ്ലാസ്സിൽ തന്നെ അതിൻ്റെ ഇരട്ടി വെള്ളം, അതായത് 4 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഇത്തിരി വെള്ളം കൂടി നിർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇന്ന് പാലും കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ആയി മതി. ഞാൻ പശുവും പാലാണ് കേട്ടോ ചേർക്കുന്നത്. ആരും അയ്യേ പശുവും പാലോ എന്ന് വിചാരിക്കേണ്ട, ടേസ്റ്റിയാണ്. ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനിത് അളന്ന് വെച്ചിരിക്കുന്നതാണ് കേട്ടോ വെള്ളം. ഞാൻ 2 കപ്പ് അരി എടുത്തത്. അപ്പോൾ ഇത് 3 കപ്പ് വെള്ളമാണ്. ഇനി ഞാൻ 1 കപ്പ് പാലമാണ് ചേർക്കുന്നത്. ഉണ്ട്, ഈ കപ്പിലാണ് ഞാൻ അരി എടുത്തത്. അപ്പോൾ ഈ കപ്പിൽ 2 കപ്പ് അരി എടുത്തു. പിന്നെ ഞാൻ ഈ കപ്പിൽ 3 കപ്പ് വെള്ളവും 1 കപ്പ് പാലും അതും ചേർത്ത് അത് ഒഴിക്കുകയാണ്. അപ്പോൾ പാല് പിരിയൊന്നുമില്ല, കാരണം കുറച്ച് പാലല്ലേ ഉള്ളൂ, വെള്ളത്തിൻ്റെ അളവല്ലേ കൂടുതൽ. ഒത്തിരി കൂടി ആ കപ്പ് കഴുകിയിട്ടും വെള്ളം ഒഴിച്ചു എന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ട് ചേർത്ത് അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഈ തുടക്കക്കാർക്കുണ്ടല്ലോ ഈ ബിരിയാണി പോട്ടിൽ വെക്കുന്നതിനേക്കാൾ എളുപ്പം കുക്കറിലാണ്. കുക്കറിൽ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം തിളച്ച് വരുമ്പോൾ, അതുപോലെ അരിയുടെ ഇരട്ടി വെള്ളം വെച്ച് തിളച്ച് കഴിയുമ്പോൾ അരിയിട്ട് ഒറ്റ വിസിൽ വന്നാൽ മതി. ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. ആ പ്രഷർ പോയി കഴിയുമ്പോൾ നമ്മുടെ വെയിറ്റ് എടുത്ത് മാറ്റിയാൽ മതി. കറക്റ്റായിരിക്കും. ഇടയ്ക്ക് ഇളക്കാനൊന്നും നിൽക്കണ്ട. ഇതാകുമ്പോഴുണ്ടല്ലോ നമുക്ക് ഇടയ്ക്ക് വെള്ളം പറ്റുമോ എന്നുള്ള പേടി വേണ്ടേ. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരി കുതിർത്ത് വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സ്ട്രെയിനറിൽ. അപ്പോൾ നമുക്ക് ആ അരി ഇട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുക്കറിലാണെങ്കിൽ നമുക്ക് ഇളക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. ഞാൻ തുടക്കത്തിൽ ആദ്യം പാചകം പഠിച്ചു വരുന്ന സമയത്ത് ഞാൻ അങ്ങനെയായിരുന്നു, കുക്കറിലായിരുന്നു. പിന്നെ പരിചയമായപ്പോഴാണ് ഞാൻ ഈ പോട്ടിലേക്ക് മാറിയത്. തുടക്കക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കുക്കർ തന്നെയാണ്. ഒന്നും നോക്കണ്ട, ഒരു വിസിൽ പോവുക, പ്രഷർ പോയി കഴിഞ്ഞതിന് മാത്രം തുറക്കുക. കറക്റ്റായിരിക്കും. ഞാൻ എൻ്റെ മോനൊക്കെ പാചകം ചെയ്തുകൊണ്ട് പഠിച്ചപ്പോൾ ആ മോനൊക്കെ അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തിരുന്നത്. അവനങ്ങനെ ആണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നോക്കൂ, നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ല വേറിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഒട്ടും കുഴയാതെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചൂടായിട്ടാണ്. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്നിലൊന്നും ഒട്ടാതെ ഇരിക്കും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ ഒരു കുറച്ച് നെയ്യ് തൂവിയാലും നല്ലതാണ് കേട്ടോ. ഞാൻ അങ്ങനെ തൂവുന്നില്ല, കാരണം ഞാൻ നെയ്യിൽ തന്നെ സവോളയും നമ്മുടെ നട്ട്സും ഒക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തിയിടുകയാണ്. എന്നിട്ട് നിരത്തിയിട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്കിപ്പോൾ അതൊന്നും ഇളക്കണ്ട. അടച്ച് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ സ്മെല്ലൊക്കെ അങ്ങോട്ട്, ഉള്ളിയുടെ സ്മെല്ലൊക്കെ അങ്ങോട്ട് ഇറങ്ങും. പിന്നെ നമുക്ക് വിളമ്പാൻ നേരത്ത്, ഫുഡ് കഴിക്കാൻ നേരത്ത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഫുഡ് കഴിക്കാൻ നേരമായപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ.
നല്ല സ്മെല്ല് വരുന്നുണ്ട്. പാലിലാണെന്ന് വെച്ചിട്ട് യാതൊരു പ്രശ്നമില്ല, നല്ല ടേസ്റ്റിയാണ്. തേങ്ങാപ്പാലും നല്ലതാണ്, രണ്ടും നല്ല. തേങ്ങാപ്പാൽ കലക്കാനുള്ള മടി കൊണ്ട് ഞാൻ പാല് വെച്ച് ശീലിച്ചാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഞാനിത് എങ്ങനെയാണെന്നറിയോ, നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ എന്താ പറയുക, ദം ബിരിയാണി വിളമ്പുന്ന പോലെ വിളമ്പാം. നമ്മൾ ആദ്യം ഇതുപോലെ ഒരു ബൗളെടുത്തിട്ട് അതിൽ റൈസ് ഇട്ട് നന്നായിട്ട് അമർത്തി വയ്ക്കുക. എന്നിട്ട് 2-3 ചിക്കൻ പീസ് നിങ്ങളുടെ ആവശ്യമുള്ള പോലെയുള്ള ചിക്കൻ പീസ് എടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് വീണ്ടും നമ്മുടെ റൈസ് എടുക്കുക. റൈസ് എടുത്ത് അതിൻ്റെ മുകളിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഒരു ബിരിയാണി വിളമ്പി കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്താ തോന്നുക, ബിരിയാണിയാണെന്ന് തോന്നും കേട്ടോ. ദം ബിരിയാണി പോലെ നെയ്ച്ചോറ് വിളമ്പുകയാണ്. നെയ്ച്ചോറ് ദം ബിരിയാണി ആയിട്ട് വിളമ്പാം. അപ്പോൾ അതിന് നമ്മൾ അതങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മുടെ കഴിക്കുന്ന പ്ലേറ്റ് എടുത്ത് ഇങ്ങനെ കമഴ്ത്തി വയ്ക്കുക. വീണ്ടും തിരിച്ചിട്ട് നമുക്ക് ഒന്നൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയാകുമോ എന്തോ. ദൈവമേ, ഓക്കെ, റെഡി ആവണമല്ലോ, അല്ലാതെ എവിടെ പോവാൻ. ഓക്കെ, അടിപൊളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് സാലഡ്. ഞാൻ ഇതിൻ്റെ കൂടെ ഡേറ്റ്സ് പിക്കിള് നന്നാവും കേട്ടോ, പക്ഷെ അത് ഉണ്ടാക്കാനുള്ള നേരം കിട്ടിയില്ല എനിക്ക്. ഇപ്പം തന്നെ സമയമായി. അതിൻ്റെ കൂടെ ഒരു ലെഗ് പീസും കൂടെ വയ്ക്കാം, ഒരു ഷോയ്ക്ക് ഇരിക്കട്ടെ. ലെഗ് പീസ് വെച്ചു. ഇനി എന്താ, നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ വെച്ചാൽ അടിപൊളിയായിട്ടോ. ഇപ്പോൾ ഒരു പപ്പടം കൂടി ഇരിക്കട്ടെ. ഒരു മുട്ട പുഴുങ്ങിയത് ചിക്കൻ വെച്ചതിൻ്റെ കൂട്ടത്തിലൊരു മുട്ട പുഴുങ്ങിയതും കൂടെ ബൗളിൽ വെച്ചാൽ നല്ല സൂപ്പറാവും. അപ്പോൾ എങ്ങനെയുണ്ട്, കണ്ടിട്ട് അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും എങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞെങ്കിലും ഞാൻ അടിപൊളിയായിട്ട് ചിക്കൻ ബിരിയാണി വെച്ചു. ഓക്കെ.